തനിക്കെന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു? അതിപ്പോ എങ്ങനെയാ പറയണ്ടെന്ന് എനിക്കറിയില്ല. പറയാടൂ, ധൈര്യമായിട്ട് പറഞ്ഞു. പറയട്ടെ? ആ പറ. എനിക്കൊരു ഉമ്മ തരൂ. ആര്? ഒരു ഉമ്മ തരൂ ഇല്ല. പ്ലീസ്. ഒരെണ്ണം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് മുമ്പ് ഇതൊന്നും ചോദിക്കരുതെന്ന്. നീ എൻ്റെ മുഖത്തു ഈ ക്യൂട്ട്നെസ് എടുത്ത് നിനക്ക് ഒരു ഉമ്മ വരാൻ തോന്നുന്നില്ലേ? ഇല്ല. ഞാൻ ഒരെണ്ണമല്ലേ നിന്റെ അടുത്ത് ചോദിച്ചോളൂ. എനിക്ക് അതിനുള്ള അവകാശമില്ലേ? പിന്നെ ഞാനൊന്ന് കിഴങ്ങ് പറിക്കാനാ കാമുകൻ എന്ന് പറഞ്ഞു തന്നെ. ഒരെണ്ണമല്ലേ ചോദിച്ചോളൂ. ധീരജെ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എടാ ഇങ്ങോട്ട് നോക്ക്. എടാ, ഈ സിൻസിയർ ലെവലുള്ളവരൊക്കെ എൻ്റെ ലവറിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ എത്ര പ്രതിസന്ധി വന്നാലും പറ്റും. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ ഇപ്പൊ പ്രതിസന്ധി ഒന്നുമില്ലല്ലോ നമുക്ക്. പിന്നെ നമ്മൾ എന്തിനു കാത്തിരിക്കണം? എനിക്ക് പോവാൻ നേരമായി. പോലെ 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 പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്റെ ടൂട്ടി ഫ്രൂട്ടി അല്ലേ? പ്ലീസ് 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 ഒരെണ്ണം. ആ ഓക്കെ തരാം. പക്ഷെ ഒരെണ്ണം, ഒറ്റൊരെണ്ണം. കണ്ണടയ്ക്ക്. കണ്ണടയ്ക്കാൻ. Close your eyes, you miss me in my fingertips on the jumper chips. ആരാ നേരത്തെ? Ah. ആരാന്ന് പോയി തുറന്ന് നോക്ക്. അയ്യോ, താഴെ തൊഴിലുറപ്പ് പണി കിടക്കുന്നുണ്ട്. ചേച്ചിമാരെ നാറി പുതുക്കും ഞാൻ. അത് വേണോ ഇത്? എടാ, ആരായാലും അറിയാണ്ട് എവിടെ പോയി നോക്ക്. നീ ഇതിനകത്തോട്ട് എടാ, 40 നീ കെട്ടവിടെ പെണ്ണല്ലേ ഞാൻ. പിന്നെ ഞാൻ തന്നെ വിളിക്കണേ. ഈ കവർ തലയിട്ട് ആ കക്കുസി പോയി. കിണർ തന്നെ പോയി നോക്കടാ അങ്ങോട്ട്. നമസ്കാരം. എടാ സഞ്ജു, നീയാണോ? സുഖല്ലട മുത്ത നിനക്ക്? അങ്ങനെയൊക്കെ പോണിയാ. എടാ, ഞാൻ ഫ്രണ്ടിൽ വന്ന് ബെല്ലടിച്ചിട്ട് ഒരു ശബ്ദവും കേൾക്കണ്ട. അതാണ് പുറകെ കൂടെ ഒന്ന് തട്ടി പോയി. എടാ, അതാ ബെല്ല് കംപ്ലൈന്റ് ആണ്. നീ എപ്പോ എത്തിയ ബാംഗ്ലൂരിൽ? അത് പിന്നെ മൈൻഡ് ഒന്നും സെറ്റ് അല്ലടാ. പിന്നെ ഒരു ലോങ് ലീവ് അടിച്ച്. അതെന്തായാലും നന്നായി. കറക്റ്റ് ആയിട്ട് എങ്ങനെ വീട് കണ്ടുപിടിച്ചു? ധീരജെ, ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിസിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പീറ്ററാണ് പറഞ്ഞത് നീ ഇവിടെ. ധീരജെ, എടാ പീറ്റർ, എടാ നമ്മുടെ ഫ്രണ്ട് വെച്ചിട്ട് പുണ്യാണ് പീറ്റർ. അതേ കുലുക്കം വീട്ടു. അപ്പൊ ഇടയ്ക്ക് ഒരു ആന്റി ആയിട്ട് വിളിച്ചോടി ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവനെ നിനക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എടാ, പണ്ട് നമ്മുടെ സ്കൂളിൽ ചോറ് വയ്ക്കാൻ വന്ന ആന്റിയുടെ പിറകെ നടന്നിട്ട് അവര് തുളത്തെ കഞ്ഞോളം ധീരജെ. ഓ അളിയാ, മറന്ന്. എടാ, ഇത് ആര്യ. ഇതാണ് എന്റെ ആരുമല്ല. കാമുകയായിരിക്കുമല്ലേ? ഓ, തിളപ്പ് കണ്ടപ്പോ തോന്നി. പിണങ്ങിയല്ലേ? ഞാൻ ഒരു കുഴിമന്തി വാങ്ങിച്ച് മൈനസ് തേച്ച് കവറിനകത്താക്കി കൊടുക്കും. സെറ്റാവും. അതെന്തേലും ആയിക്കട്ടെ, എന്നെ ഒന്ന് വീട്ടിൽ കയറണോ? എന്റെ അളിയ, ഞാൻ ഒരു പൊട്ടൻ തന്നെ അളിയാ. സത്യം. കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. തനെന്താ കാര്യം എന്ന് പറ. നല്ലൊരു ദിവസം ഇങ്ങനെ വെറുതെ കളയല്ലേ. താൻ കാര്യം പറ. എടോ, ഒന്ന് പറയടോ. കാര്യം എന്താണ് പറയുന്നത്? കഥ കടച്ചിട്ട് രണ്ടുപേരും കൂടെ എന്തായിരുന്നു പരിപാടി? അന്താക്ഷരി കളിച്ചോണ്ടല്ലേ? ഓ പിന്നെ സത്യം. ശ്രമിക്കുന്നു, നടക്കുന്നില്ല. എങ്ങനെ നടക്കും? അവൻ നക്ക് കണ്ടില്ല. എടാ, കോടീശ്വരനായിട്ടോ തന്തയുടെ ഒറ്റ മോൻ, പ്രൊഫഷൻ ആണെങ്കിൽ ഡോക്ടർ. അതിന്റെ ഒരു മാന്യത കാണിക്കും. നീ ഈ വാണത്തിനൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആകും. എടാ, ഞാൻ എന്തോന്ന് ചെയ്യാം? ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് ചവളോളം. എനിക്കാണെങ്കിൽ പിന്നെ ഇപ്പൊ പനി സീസൺ ആണെങ്കിൽ ഡ്യൂട്ടി ഭയങ്കര കിട്ടി. എന്നാ പിന്നെ നിനക്ക് നിന്റെ സ്വന്തം വീട്ടിൽ പോയി നിന്നോടി. എന്തിനിങ്ങനെ നടന്ന് കഷ്ടപ്പെടണേ? ഓ, അവിടെയാണെങ്കിൽ നിനക്ക് നിന്റെ പെണ്ണുപിടിക്ക് ഒരു പ്രൈവസി കിട്ടൂല. അതല്ലേ? എനിക്കറിയാം നീ ഇങ്ങനെ പറയുന്നത്. എടാ, എന്റെ ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ്. ഞാൻ യാത്രാ സൗകര്യം നോക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. മറ്റവളുടെ പേരെന്തുവായിരുന്നു? ആരെ? നിന്റെ കാമുകിയുടെ. ആര്യ. ആര്യ. ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു.
എന്നിട്ട് അവരെന്ത് പറഞ്ഞു? എന്റെ ഇഷ്ടമാണ് അവരെ ഇഷ്ടം. അപ്പൊ കല്യാണമൊക്കെ ഉടനെ? ഉടനെ യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ്. യുവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന്. ഓഹോ അതല്ലടാ വേണ്ട, നിന്റെ മനസമാധാനമൊക്കെ പോകുന്നു. എടാ നീ അവള് മറ്റേ ദേഷ്യപ്പെട്ട് പോണത് കണ്ടിട്ടല്ലേ ഈ പറയണത്? അവള് പഞ്ചഭാവമാണ്. എടാ അത് മാത്രമല്ല, നിന്നെക്കാളും കുറച്ചുകൂടി ലോകപരിചയവും കുറച്ചുകൂടി പക്വത കൂടുതലുള്ളതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് അവളെ അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. ഉണ്ടാ എടാ 4 കൊണിച്ചൻ കമ്പിക്കകത്തൂടെ പൂരോളം നീ അവളെ മുഖം കണ്ടത്. അതിനകത്ത് ജഡ്ജിയല്ലേ? ചിലപ്പോൾ ജഡ്ജിയാ മാത്രം എന്തായിരിക്കുന്നു. എടാ അവൾ അടക്കമുള്ള സകല പെൺവർഗവും മറ്റാരും കാണാത്തത് കാണും, ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വീർക്കും എന്ന് വടക്കം വീരങ്ങളിൽ മമ്മൂക്ക വരെ പറഞ്ഞിട്ടുണ്ട്, അറിയോ? നീ സിഗ്മ മെയിൽ എന്നല്ലടാ. എടാ ആര് പറഞ്ഞാലും മനുഷ്യരിൽ നല്ല ആൾക്കാരുണ്ട്, ചീത്ത ആൾക്കാരുണ്ട്. അത് ആണായാലും പെണ്ണായാലും വേറെ ഏത് ജെൻഡർ ആയാലും ഉണ്ട് എന്ന് പറഞ്ഞ ആരെയും കയറി അങ്ങ് അടച്ചാക്ഷേപിക്കരുത് ആരെയും. ഓ ഇങ്ങനെ ഒരു മഴുവായി പോയല്ലോ അളിയാ നീ. എടാ നാളെ നിനക്ക് കനത്തിൽ ഒരു അസുഖം വന്ന് ഒലിച്ചു പോകാനുള്ളൂ എവളമാരെ പ്രേമമൊക്കെ. എടാ ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ആണെന്ന് ഞാൻ പറഞ്ഞ. വെറുതെ പറയാൻ ആരെ കൊണ്ടും പറ്റും? നിനക്ക് തെളിയിക്കാൻ പറ്റുമോ? ബെറ്റുണ്ടാ? ആ ഉണ്ട്. എന്തോന്നു? നാളെ നിനക്ക് അവളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്താൻ പറ്റും. എന്തിന്? എന്നിട്ട് ഞാൻ പറയും പോലെ നീ പറയണം. എന്ത്? പോളിസൈറ്റീമിയ റുബ്രാവര. അതെന്താ അസുഖം? ലാലു അലക്സ് അവസാനം ചട്ടി തൊപ്പി വെച്ചിട്ട് വന്നു പറയില്ലേ? സോ സാഡ്. അപ്പൊ അതിന്റെ അവസാനം ശോഭന മരിക്കും പോലെ? അതിലിതിന് മരുന്നുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ ഒരു മെഡിക്കേഷനും ഇല്ല. ബേബി ഓ ഗോഡ് ഐ ആം ക്ലീൻ ബൗൾഡ്. അല്ലേലും ഈ ഗോഡ് ഈസ് ഓൾവേസ് ക്രൂവൽ അളിയാ. ഇന്നലെ താൻ പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ കുറച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു. വെട്ടിയിട്ട വാഴത്തണ്ട് കണക്ക് വന്ന് വീണ എന്റെ ചെറുക്കൻ തൂക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോ നീ ആ പേര് എപ്പോഴും ഇങ്ങനെ എടുത്ത് പറയില്ലേ? കൂടിപ്പോയായിരിക്കും 2 മാസം കൂടെ ആയിട്ടുള്ളൂ. അതിൽ തന്നെ 56 ദിവസം ഞാൻ ഇവിടെ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കും. ബേബി ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തിയിട്ട് നല്ല ആരോഗ്യമുള്ള ഏവരെങ്കിലും കൂടെ പോയി ജീവിക്കും. പ്രത്യേകം നോക്കണം, ഇതുപോലത്തെ കണ്ട്രാവി അസുഖം അവനില്ലെന്ന്. എങ്ങനെ സാധിക്കും നമുക്ക്? നിനക്ക് ഇല്ല, ഞാൻ ഇത് വിശ്വസിക്കൂല. ഇവൻ ചോദിക്കുമ്പോ ഉമ്മ കൊടുക്കാത്തോണ്ട് മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ പറഞ്ഞു. ഞാനല്ലേ ആര് അവനെ ആശുപത്രി കൊണ്ടുപോയി? ഞാൻ കണ്ടതല്ലേ അവന്റെ അക്കടം. സഹിക്കാൻ പറ്റൂല ദൈവമേ. നീയല്ലേ ഇവനെ ആശുപത്രി കൊണ്ടുപോയേ? അതെ. അപ്പൊ ടെസ്റ്റ് റിസൾട്ട് കാണിക്കും. ഞാൻ ബോധം കെട്ടി കിടക്കുന്നത് വാഴത്തട്ട് പോലെ. റിസൾട്ട് ഓ എന്റെ റിസൾട്ട് എന്റെ പേഴ്സിലാണെന്ന് തോന്നുന്നു. ഇത് വായിക്കാനുള്ള ആരോഗ്യം മനസ്സിന് ത്രാണി ഉണ്ടെങ്കിൽ വായിക്കേ. അയ്യോ എന്റെ പോലീസ് ഐ അവളെ കാണിക്കല്ലേ. അയ്യോ എന്റെ പോലീസ് ഐ അവളെ കാണിക്കല്ലേ. ഇല്ല ധീരജ്, ഇല്ല. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. 2 മാസമല്ല 2 ദിവസമായാലും നിന്റെ ഭാര്യയായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി. അങ്ങനെ പറയല്ലേ ബേബി. പോലീസ് ഐ റൊബ്ര വരാം. എന്ത് കുന്തായാലും ഞാൻ നിന്നെ വിട്ട് പോകൂല. ഇനി ഓരോ നിമിഷം എനിക്ക് നിന്റെ കൂടെ വേണം, നിന്റെ ഭാര്യയായിട്ട്. അങ്ങനെ പറയല്ലേ ബേബി. എല്ലാം വഴി ഉണ്ടാക്കാം. ഇപ്പൊ ഒരു 30 സെക്കൻഡ് ഒന്ന് പുറത്തേക്കോ? ഇല്ല, 30 സെക്കൻഡ് പോയിട്ട് 1 സെക്കൻഡ് പോലും നിൽക്കൂല. ഒരു അത്യാവശ്യം ഒന്ന് പുറത്ത് നിൽക്കേ. ഇല്ല, പോകൂല ബേബി പ്ലീസ്. ഇല്ല, പോകൂലെന്നല്ലേ പറഞ്ഞത്. എനിക്കൊരു വളി വിടണം, ഒന്ന് പുറത്ത് പോ. എന്നാ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ. താൻ വരുന്നില്ലേ? ഇല്ല, ഞാനിവിടെ ചത്തു അനുഭവം പറയാം. അവൻ എന്തൊക്കെ ഇഷ്ടമാണ്. ഒന്ന് പുറത്ത് പോ, ഇപ്പൊ വരും. പോ. പണ്ടേ ഇങ്ങനെ എടാ കേട്ടോ നീ അവൾ പറഞ്ഞത്? എന്തൊക്കെ വന്നാലും അവൾ എന്നെ വിട്ട് പോകൂലെന്ന്. എന്ത് മമ്മൂട്ടിയുടെ ഡയലോഗ് പറയുന്നില്ലേ? സോറി അളിയ, എനിക്കാണ് തെറ്റുപറ്റിയത്. സോറി. നിനക്കല്ലളിയാ തെറ്റുപറ്റിയത്, എനിക്കാണ് തെറ്റുപറ്റിയത്. നിന്നെപ്പോലൊരു സ്ത്രീ വിരുദ്ധനെ കൊണ്ട് നടന്നതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നീ ഇങ്ങനെ വെറുത്ത പോലെ സംസാരിക്കല്ലേ. എടാ വെറുത്ത പോലെ അല്ലളിയാ, വെറുത്ത്. ഇനി നീ ഞാൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. സഞ്ജു പൊക്കോ. അളിയ ഇറങ്ങി പോളെ. പോളീസ് ഐ ടീമിയ. ശരി അളിയ, ഞാൻ പൊക്കോളാം. നീ ഇതൊന്ന് വായിച്ചു നോക്ക്. അളിയൊന്ന് നോക്കടാ.
എടാ ഇത് പോളിസൈറ്റീവ് ടെസ്റ്റ് റിസൾട്ട് ആണല്ലോ, അതും പോസിറ്റീവ്. ആ പേഷ്യന്റിന്റെ നെയിം കൂടെ നീ നോക്ക്. അളി ഇത് സഞ്ജു നിന്റെയാണോ ഇത്? എന്തന്നെ അല്ലയോ, നിനക്കറിയോ എടാ, എനിക്കും ഉണ്ടായിരുന്ന ഒരു കാമുകി. ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചതാണ്. പക്ഷെ ഈ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞ അടുത്ത ദിവസം തൊട്ട് നോ കോൾസ്, നോ മെസ്സേജസ്, നത്തിങ്. എന്നിട്ട് എടാ ഞാനായിട്ട് അവളോട് പോവാൻ പറഞ്ഞിരുന്നേടാ, എന്നിട്ട് അവൾ അതിനുള്ള ഒരു സമയം പോലും എനിക്ക് തന്നില്ല. ഇതെല്ലാം കൂടെ എനിക്ക് കയറി ഭ്രാന്തായിട്ടാണ് ഞാൻ ലോങ് ലീവ് അടിച്ച് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് അറിയണം വരുന്ന 10-ന് അവളുടെ കല്യാണമാണ്. അതും അമേരിക്കയിലൊക്കെ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട്. ശരി പോയി വിഷയം എന്ന് പറഞ്ഞിട്ട് ചെന്നപ്പോൾ ഒരൊറ്റ തവണ പോലും അവളെന്നെ കാണാൻ കൂട്ടാക്കില്ല. അറിയോ എടാ, ഈ ഭ്രാന്തെല്ലാം കൂടെ കയറിയിട്ടാണ് ഞാൻ അറിയോ ഞാനിതൊന്നും. പക്ഷെ നീലക്കേടാ, അവള് പൊന്ന, അവള് വെറുതെ വെളിയിൽ ടെൻഷൻ അടിച്ച് കയറി. ഞാൻ ആകപ്പാടെ ഓരോന്ന് ചെയ്ത് നാശമാക്കി. എടാ നീ ഒന്നും മനസ്സിൽ വെക്കല്ലേ. ഒന്നുമില്ല, നീ വാ വാ. എടി ഇത് ബെമ്പർ ആടി ബെമ്പർ. ഞാൻ കരുതിയ ജീവിതകാലം മുഴുവൻ സ്വത്തിന് വേണ്ടി മഴുവിനെ ചുമക്കേണ്ടി വരുമെന്ന്. ഇതിപ്പോൾ എത്രയും വേഗം ഒരു കല്യാണം കഴിക്കണം, ഒരു കൊച്ചിനെ ഉണ്ടാക്കണം. പിന്നെ എന്തായാലും പ്രസവത്തിന് മുമ്പ് അവൻ കാഞ്ഞു. പിന്നെ അവൻ്റെ മുഴുവൻ സ്വത്തിന് ഏക അവകാശം ആരാ? എൻ്റെ എടി അതായത് ഞാൻ തന്നെ. ലോട്ട്സ് ഓഫ് മണി വിത്ത് നോ കമ്മിറ്റ്മെന്റ്സ്. പൊട്ടനും പോയി മണ്ടനും പോയി ബോട്ട് കിട്ടിയാലും ദേഷ്യപ്പെടല്ലേ, നീ സംസാരിക്കാം. നീ വാ. അല്ലെ സഞ്ജു പോ. അതെയാ പറയുന്ന ഇപ്പൊ ടെൻഷൻ അടിച്ച് സംസാരിച്ചാൽ ശരിയാവൂല. നീ വാ. അല്ലെ നമുക്ക് കുറച്ച് പ്രയോജനം. നീ പോ. അതെയാ ഞാൻ അത് പിന്നെ ഞാൻ പറ. ആലോചിച്ചിട്ട് കള്ളമൊന്നും കിട്ടുന്നില്ലേ? നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ സ്വർണമോ പണമോ വണ്ടിയോ എന്ത് വേണോ മോഷ്ടിച്ചു. ഒരാളുടെ മനസ്സ് മോഷ്ടിക്കുന്ന അത്ര വലിയ തെറ്റല്ല. കാരണം ഇതൊക്കെ പോയാൽ പിന്നെ നമുക്ക് നേടാം. ഒരാളുടെ മനസ്സ് നഷ്ടപ്പെട്ടു പോയാലേ തിരിച്ചിട്ടാൻ വലിയ പാടാണ്. നീ എൻ്റെ എടുത്തത് എൻ്റെ മനസ്സാണ്. സഞ്ജു അളിയാ, നീ ചത്തിട്ടില്ല. നിന്റെ BP ജസ്റ്റ് ഡൗൺ ആയതാണ്. പിന്നെ നീ പേടിക്കുമ്പോൾ ഈ അസുഖം വന്നാൽ പെട്ടെന്ന് ചാവൂല കേട്ടോ. പോളിസൈറ്റീമെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അവറേജ് 20 വർഷം വരെ ലൈഫ് എക്സ്പെക്റ്റൻസി ഉണ്ടെന്നാവും. പിന്നെ മെഡിക്കൽ സയൻസ് ഒക്കെ എക്സ്പെൻഡ് ആവല്ലേ, നീ പേടിക്കാതെ. പക്ഷെ എൻ്റെ തടി ഒന്ന് കുറയണം. ഉരുട്ടിയാണ് ഇതിൽ കിടത്തിയത്. അവസാനം ബെറ്റില് ഞാൻ തന്നെ ജയിച്ചു അല്ലേ? ബെറ്റിൽ നീ തന്നെ ജയിച്ചു. പക്ഷെ നിന്റെ പെണ്ണിനെ മനസ്സിലാക്കുന്നതിൽ നീ തോറ്റണേ. മനസ്സിലായില്ല. നീ അന്ന് അവളോട് പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അവള് നേരെ പോയി അവളെ വീട്ടുകാരെടുത്ത് പറഞ്ഞു. അവളെ വീട്ടുകാർ പിടിച്ച് അവളെ പൂട്ടിയിട്ട് അവൾക്കൊരു കല്യാണം ആലോചിച്ചു. അവൾ നിന്നെ കുറെ വിളിക്കാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. അല്ല നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അവൾ അമേരിക്കക്കാരൻ ചെറുക്കനില്ലേ, അവൻ നാട്ടിൽ വന്നു. അവൻ അവളെ പോയി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഒരു ഡേറ്റിംഗ് പോലെ സംസാരിക്കാനായിട്ട്. പക്ഷെ അവൾ കൃത്യമായിട്ട് അവൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു. അവൻ്റെ ഫോണിൽ നിന്ന് അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴാ നീ ബോധം കിട്ടണമില്ലേ? അപ്പോൾ ഞാൻ സംസാരിച്ചതാണ് അവളുമായിട്ടും അവനുമായിട്ടും. അവനെന്തോ പറഞ്ഞു? ഇതായിരുന്നു കാര്യം. എടോ, നമ്മുടെ രണ്ടുപേരുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. ഇനി എന്തായാലും അത് നടക്കില്ലല്ലോ. ഒരാൾ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണമൊക്കെ കഴിക്കുന്നത്. നമ്മളിന്ന് കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരു ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവില്ല. സോ തനിക്ക് എന്താണോ ഹാപ്പിനെസ് തരുന്നത് താൻ അത് ചൂസ് ചെയ്യും. ആസ് എ ഫ്രണ്ട് ഞാനും കൂടെ ഉണ്ടാവും. പോരെ?
ഹാപ്പി അല്ലേ?